ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് 2021 വേണ്ടി ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ടിപ്സുമായി ഞാൻ സാംസൺ എസ്, എ ടീച്ചർ ഫോർ ഫിസിക്സ് ഫോർ ലാസ്റ്റ് 20 years. കഴിഞ്ഞ 20 വർഷത്തെ അധ്യാപനത്തിലൂടെ ഏകദേശം 3000-ലധികം MBBS ഡോക്ടേഴ്സിനെ, 7000-ലധികം BDS ഡോക്ടേഴ്സിനെ, അറൌണ്ട് 10,000-ഓളം പാരാമെഡിക്കൽ പ്രൊഫഷണൽസിനെ, മേ ബി അറൌണ്ട് 25,000 ഗവൺമെന്റ് എഞ്ചിനീയേഴ്സിനെ പഠിപ്പിക്കുവാനുള്ള അവസരം God given to me. സോ ആ എക്സ്പീരിയൻസിലൂടെ ഈ 2021 നീറ്റ് ഏറ്റവും മികച്ച സ്കോർ എങ്ങനെ നേടിയെടുക്കാം? ഇഫ് യു നീഡ് 650+ സ്കോർ, നിങ്ങളുടെ സ്വപ്ന സാഫല്യം സഫലീകരിക്കുവാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകൾ സ്വപ്നം കാണുന്ന നിങ്ങൾക്കത് എത്തപ്പെടാൻ അവസാനവട്ട പ്രിപ്പറേഷൻ ടിപ്സ് ശ്രദ്ധിക്കാം. 1 by 1. At first one, focus on your strength. That is very important. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളുടെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, +1 പഠിച്ചിരിക്കാം, +2 പഠിച്ചിരിക്കാം, റിപ്പീറ്റേഴ്സിലൂടെ അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾ നേടിയെടുത്ത ഇൻഫർമേഷൻ ഏറ്റവും മികച്ച തരത്തിൽ സെപ്റ്റംബർ 12 എന്ന് പറയുന്ന ദിവസത്തെ ആ 3 മണിക്കൂറിൽ കൊടുക്കുവാൻ കഴിയണമെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള സ്ട്രെങ്ത്തുകളിലാകണം. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്കുകളിലായിരിക്കണം. ആ പഠനക്രമത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ബ്ലോക്ക് ആയിട്ട് പഠിക്കുവാനുള്ള സ്ട്രാറ്റജി. ദാറ്റ് ബ്ലോക്ക് സ്ട്രാറ്റജി വിൽ ലീഡ് എ വെരി ഗുഡ് സക്സസ്. പഠിക്കുന്ന സമയത്ത് ബ്ലോക്ക് ആയിട്ട്, ഇൻ ദ സെൻസ് +1 ഫിസിക്സിലെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് വോളിയം പഠിച്ചിട്ട് ടോട്ടൽ ആയിട്ട്, നോട്ട് എ സിംഗിൾ ചാപ്റ്റർ. You must go with the +1, say, അല്ലെങ്കിൽ inorganic chemistry, അല്ലെങ്കിൽ organic chemistry, അല്ലെങ്കിൽ +1 botany, അല്ലെങ്കിൽ +2 botany. ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇനിയുള്ള ദിവസങ്ങൾ പാക്ഡ് ആക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കുക. പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ ഹോളായിട്ട്, ബ്ലോക്ക് ആയിട്ട് നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ട്? വളരെ പ്രധാനപ്പെട്ട കാര്യം, ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് തുടങ്ങി നമ്മുടെ ഇലക്ട്രോണിക്സ് വരെയുള്ള ഓരോ ചാപ്റ്ററിലെയും ഇൻഫർമേഷൻസ് അറ്റ് എ ടൈം നിങ്ങളുടെ മനസ്സിലേക്ക് പ്രസൻസ് ഓഫ് മൈൻഡിൽ എത്തണം. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി തുടങ്ങി കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് വരെ, ലിവിംഗ് വേൾഡ് തുടങ്ങി എൻവയോൺമെന്റൽ ഇഷ്യൂ വരെയുള്ള ഓരോ ടോപ്പിക്കും നിന്റെ മനസ്സിലേക്ക് ഓടിയെത്തപ്പെടണമെങ്കിൽ ഈ സ്ട്രാറ്റജിയിലായിരിക്കണം നിന്റെ അവസാനത്തെ പ്രിപ്പറേഷൻ. Block revision strategy. That may be a very important point. So that is the first very important. Focus on all your strength. That is very important. രണ്ടാമത്തേത്, review your mistakes. കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 4 to 5 months ആയിട്ട് നിങ്ങൾ ഒരു ക്രാഷ് കോഴ്സിലൂടെ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, കഴിഞ്ഞ 2 വർഷമായി ഒരു ഇന്റഗ്രേറ്റഡ് നിങ്ങൾ +1 +2 എൻട്രൻസ് പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ, തിരിഞ്ഞു നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ളത്. റിവ്യൂ യുവർ മിസ്റ്റേക്സ്. എങ്ങനെ? യു മസ്റ്റ് ഗോ വിത്ത് എവറി യൂണിറ്റ് ടെസ്റ്റ്, എവറി മോഡൽ എക്സാംസ്. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൂടെ മസ്റ്റായിട്ട് നിങ്ങൾ പോകണം. അവിടെ നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒരു റൗണ്ട് കൂടെ പോകാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രമിച്ചിരിക്കണം. ഇറ്റ്സ് എ മസ്റ്റ്. എങ്കിൽ മാത്രമേ 650+ എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക്, അത് 700+ അടുക്കൂ എന്നുള്ള കാര്യം ഓരോ ഡോക്ടേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയും അറിയുക. So the second very important point, review your mistakes. ഇതുവരെ നിങ്ങളുടെ പഠനത്തിൽ
എന്ത് മിസ്റ്റേക്ക് പറ്റിയോ ഇൻഫർമേഷനിൽ അത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യേണ്ട സമയമാണ് ഈ അവസാന വട്ടം. ദാറ്റ് ഈസ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് പോയിന്റ്. ഡിയർ സ്റ്റുഡൻസ്, ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ. The third very important point, concentration. Asked towards your NCERT biology, NCERT chemistry, NCERT physics. അതിൽ ബയോളജിയും അതോടൊപ്പം ഇനോർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും മസ്റ്റ് ആയിട്ടും ഒരു പേജ് പോലും വിടാതെ, ഒരു ലൈൻ പോലും വിടാതെ നിങ്ങൾ റിവൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളാണിനി. കാരണം മറന്നു പോകാൻ സാധ്യതയുള്ളതിന് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസൻസ് ഓഫ് മൈൻഡ് വരണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഗോ വിത്ത് NCERT ഈച്ച് ആൻഡ് എവരി ലൈൻ, എവരി ഫിഗേഴ്സ്, എവരി ഗ്രാഫ്. ഫിസിക്സിൽ പ്രത്യേകിച്ച് വരുമ്പോൾ അതിനകത്തെ ഗ്രാഫുകളും ഇക്വേഷൻസും എല്ലാം കംഫർട്ടായിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഉറപ്പ് വരുത്തേണ്ട അവസാനത്തെ ദിവസങ്ങളാണ് ഇനിയുള്ളത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അപ്പോഴും പഠിക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് മറന്നു പോകരുത്, ബ്ലോക്ക് റിവിഷൻ സ്ട്രാറ്റജി. Then only you get the 650+ score. അപ്പൊ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. The first one, you must confident with your strength. So focus towards your strength. And the second one, you must review your mistakes. And the third one, proper ആയിട്ടുള്ള NCERT revision plus ഒരു കാര്യം കൂടെ, പുതിയ സ്ട്രാറ്റജികളിലേക്ക്, പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ഒരു കാരണവശാലും പോകരുത്. There is no new. നിങ്ങളിലുള്ള ക്ലാസ് നോട്ട്സ്, യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിലുള്ള നോട്ട് അതിലൂടെ തന്നെ കൃത്യമായിട്ട് ഒരു ഹൈലൈറ്റിലൂടെ എടുത്താൽ മനോഹരം. യെസ്, ഇതെനിക്കറിയാം, യെസ്, അത് നിങ്ങൾക്ക് തരുന്ന മെമ്മറി എന്ന് പറയുന്നത് അപാരമായിരിക്കും. ആ 3 മണിക്കൂറിൽ പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങളുടെ സ്വന്തമായിരിക്കും. 700+ സ്കോറിലേക്ക് അടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്ലീസ് സ്റ്റുഡൻസ്, there is no new things. ഏറ്റവും നിങ്ങളിലുള്ള റിവിഷൻ സ്ട്രാറ്റജിയിലേക്ക് അപ്രോച്ച് ചെയ്യാൻ ഓരോ വിദ്യാർത്ഥിയും മറക്കരുത്. ഫോർത്ത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, the time health management. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവില് നമ്മുടെ അവസാന വട്ടത്തെ 3 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഓർക്കണേ, ആ ദിവസം നിങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ ആ സ്കൂളിന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുമ്പോൾ അത് 10:30 മണിക്കോ 11:30 മണിക്കോ നിങ്ങൾ ആ ക്യാമ്പസിൽ എത്തപ്പെട്ടാൽ നിങ്ങളുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ 2 മണി, അവസാനിക്കുമ്പോൾ 5 മണി. ആ 2 മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിന്റെ ബോഡി പെർഫെക്റ്റ് ആയിട്ട്, എനർജറ്റിക് ആയിട്ട്, നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും ക്യൂട്ടായിട്ട് ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ആ ടൈം മാനേജ്മെന്റ് ഈ ദിവസങ്ങളിലേ തുടങ്ങും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മനഃപൂർവ്വം ഒരു 4 to 5 hours വാട്ടർ മാത്രമായിട്ട്, വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുവാനുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഈ നാളുകളിൽ എടുത്താൽ മാത്രമേ അത് അല്ലെങ്കിൽ പരീക്ഷണ ദിവസമായിട്ട് മാറും. ഒരു കാരണവശാലും അത് സംഭവിക്കരുത്. നമുക്ക് 2 മണിക്ക് പരീക്ഷ തുടങ്ങി, നമ്മൾ അവസാന സമയത്തേക്ക്, ആദ്യം ബയോളജി മനോഹരമായിട്ട് മിനിമം സ്ട്രാറ്റജിയിൽ സമയത്ത് നമ്മൾ എഴുതി കഴിഞ്ഞ് ദെൻ കെമിസ്ട്രി, ദെൻ ഫിസിക്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഷാർപ്പ്നെസ് ഓഫ് ബ്രെയിൻ ആവശ്യമായിട്ടുള്ള ഫിസിക്സിന്റെ സമയത്ത് സ്റ്റൊമക്ക് എംപ്റ്റി ആയി മാറി നമുക്കങ്ങനെ ഒരു പരിശീലനം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഓർക്കുക ഒരു കാര്യം, അത് നിന്റെ ഭാവിയെ ബാധിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു മോക്ക് ടെസ്റ്റ് മാതിരി തന്നെ ഒരു 5 hours, ഒരു മിനിമം ഒരു 4 hours എങ്കിലും നിങ്ങൾ നിർബന്ധപൂർവം നിങ്ങൾ സ്റ്റൊമക്ക് എംപ്റ്റി ആകുന്ന തരത്തില് അതിനു മുന്നേ ഒരു 11:30 മുന്നേ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് 5 മണി വരെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ആ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം അടുത്ത പോയിന്റ്, ഹെൽത്ത്. In addition to that, the security. നമ്മുടെ നാടുകളിൽ കൊറോണയുടെ അത്
ഒരു കാരണവശാലും നമ്മുടെ ഭാവിയെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഇരിപ്പ് പെർഫെക്റ്റ് ആകാൻ വളരെ സെക്യൂറബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമവും നമുക്ക് സെപ്റ്റംബർ 12-ാം തീയതി 2 മുതൽ 5 മണി വരെയുള്ള സമയത്ത് കൊടുക്കുവാൻ കഴിയാനുള്ള എനർജി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ സകല പ്രാർത്ഥനയോടും കൂടെ നിങ്ങളുടെ സ്റ്റെപ്പുകൾ ആരോഗ്യകരമായിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും മികച്ചത് നേടിയെടുക്കുവാൻ കഴിയൂ. സെക്യൂറബിൾ ആയിരിക്കണം. അതോടൊപ്പം ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ സകല ബ്രെയിൻ സെൽസും നന്നായിട്ട് ആക്റ്റീവായി, ഞാൻ നേരത്തെ പറഞ്ഞ യൂണിറ്റ്സ് തുടങ്ങി എൻവയോൺമെന്റൽ ഇഷ്യൂസ് വരെയുള്ള സകല ഇൻഫർമേഷൻസും ഒരൊറ്റ തിങ്കിങ്ങിൽ നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ സെൽസ് ആക്റ്റീവ് ആയിരിക്കണം. യുവർ വെജിറ്റേറിയൻ ആയാൽ സൂപ്പർ ഫോർ ദ കമ്മിങ് ടൈംസ്. സോ ഇറ്റ് ബിക്കംസ് നല്ലൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നത് ആയിരിക്കും. സോ അതോടൊപ്പം തന്നെ നല്ല മാനസികാവസ്ഥ ഉണ്ടാകണം. നന്നായിട്ട് പ്രാർത്ഥിക്കണം. അവരവരുടെ ദൈവങ്ങളെ നന്നായിട്ട് വിളിക്കണം. രാവിലെയും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ മുട്ടിന്മേൽ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഐ നീഡ് ഡോക്ടർഷിപ്പ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എയിംസ് ഡൽഹിയിലും ജിപ്മർ പോണ്ടിച്ചേരിയിലും മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് ഡൽഹിയിലും എനിക്ക് പഠിക്കണമെന്നുള്ള സ്വപ്നം നിന്റെ ദൈവത്തോട് ഷെയർ ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. മാനസികമായ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കണം. ടെൻഷൻ അദ്ദേഹം എടുത്തുകൊള്ളും. അതോടൊപ്പം നന്നായിട്ട് ഉറങ്ങും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഒരു കാരണവശാലും അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ ശിക്ഷിക്കാൻ പാടില്ല. നിർബന്ധപൂർവം 6+ hours എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരൊറ്റ ഉറക്കം ഉറങ്ങിയിരിക്കണം. അതിൽ കൃത്യമായിട്ടും രാത്രി 12 മുതൽ 3 മണി വരെയുള്ള സമയം ഇൻവോൾവ് ആയിരിക്കണം. ഒരു കാരണവശാലും ഉച്ച ഉറക്കം ഇനി ഉറങ്ങരുത്. ഉറങ്ങിയാൽ അത് പരീക്ഷ ഹാളിൽ ആവർത്തിക്കാനുള്ള സാധ്യതകൾ വരും. നമ്മുടെ സ്ഥിരതയാർന്ന പാറ്റേണിൽ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ശരീരം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലീപ്പിംഗ് അത് പെർഫെക്റ്റ് ആയിരിക്കണം. നിർബന്ധപൂർവം ഉച്ച ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് രാത്രി ഒരു 6+ hours നന്നായിട്ട് ഉറങ്ങുന്ന വിദ്യാർത്ഥികളായിട്ട് ഇനി മാറണം. കാരണം ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് മെമ്മറിയുടെ കളിയാണ്, ബ്രെയിനിന്റെ കളിയാണ്, പ്രസൻസ് ഓഫ് മൈൻഡിന്റെ കളിയാണ്. അതിലേക്ക് സകലമായ ഊർജവും നിനക്ക് കൊടുക്കുവാൻ കഴിയണമെങ്കിൽ നീ അങ്ങനെ ചിന്തിച്ചേ പറ്റൂ, അങ്ങനെ പ്രവർത്തിച്ചേ പറ്റൂ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദ ടൈം മാനേജ്മെന്റ് and health management, it is very, very important. And keep in mind the fifth very important point, mock test practice. ഇനി ഓരോ ദിവസവും കഴിയുമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ഞാൻ പറഞ്ഞ ആ 4 to 5 hours നിങ്ങൾ ഇരിക്കുന്നതിൽ ഒന്നുകിൽ 1-2 ദിവസം നിങ്ങൾക്ക് റിവിഷനിലേക്ക് കൊടുക്കുക. പക്ഷെ അവസാന നാളുകളിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു പേനയെ നോക്കി, ഒരു പേപ്പറിനെ നോക്കിക്കൊണ്ട്, ഒരു 2 പേപ്പർ ഇങ്ങനെ എടുത്തു വെച്ച് അതിനെ നോക്കിക്കൊണ്ട് 3 മണിക്കൂർ ഇരിക്കുന്ന സ്ട്രാറ്റജി നീ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിന്റെ ഈ ആങ്കിൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റൂ അവിടെ. അല്ലെങ്കിൽ അവിടെ വേദന ഉണ്ടാവും. അത് നിന്റെ ജയത്തെ പലപ്പോഴും നെഗറ്റീവ് വെക്കും. അതുകൊണ്ട് തന്നെ 3 hours ഒരേ ആങ്കിളിൽ. പക്ഷെ പരീക്ഷാ ഹാളിൽ അങ്ങനെ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ആക്കാം, സ്ട്രെയിറ്റ് ആകാം. നമ്മുടെ എനർജി, കാരണം നമുക്ക് വേണ്ടത് ഏറ്റവും മികച്ച റിസൾട്ടാണ്. ആ റിസൾട്ടിലേക്ക് വരാൻ എടുക്കുന്ന നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ നിർബന്ധപൂർവം നമ്മൾ അങ്ങനെ പാലിച്ചേ പറ്റൂ. സോ അവസാന വട്ടത്തിൽ ലോട്ട് ഓഫ് പ്രാക്ടീസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതെങ്കിൽ മാത്രമേ ടൈം മാനേജ്മെന്റോടുകൂടി നമുക്ക് തന്നിരിക്കുന്ന 200 ക്വസ്റ്റ്യനെയും 180 മിനിറ്റിനുള്ളിൽ നമുക്ക് ആക്കിയെടുക്കുവാൻ പറ്റും. സോ വളരെ പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. The first one, focus on your positive strength and keep in mind you must go with the block revision strategy. And the second one, you must review your all mistakes that you have done in unit test, in model examinations, in previous year questions or DPP's daily practice problems. Adu revise cheyanda ettavum pradhanapetta samayam. And the third one, proper concentration towards your NCERT biology, chemistry and peripherally physics. And keep in mind ningada notes not new things like ഒരിക്കലും പോകരുത്. And the fourth one, the time and health management. റിപ്ലിക്ക എടുക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ.
4 to 5 hours സ്റ്റൊമക്ക് എംപ്റ്റി ആകാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വെള്ളം കുടിച്ചുകൊണ്ട് ഒറ്റ ഇരിപ്പിൽ ഒരേ ആംഗിളിൽ ഇരിക്കാൻ ശ്രമിക്കണം ഇനിയുള്ള 4 hours എങ്കിലും. And the fifth one, with a lot of practice in the coming times. നിങ്ങളെ സഹായിക്കാൻ SS ഫിസിക്സ് ക്ലാസ്സസ് ഉണ്ടാവും. ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ കണ്ടിന്യൂ ചെയ്യും. സോ ആദ്യമായി കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാൻ. സോ I am signing off. My name is Samson Esses, a physics teacher for last 20 years. I'm proud to say a mentor of Kerala Medical first rank, second rank, NEET 10th rank candidate. So thank you. Take care. God bless you.